മുന്നാക്ക സംവരണത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ സഹായമാണ് നൽകേണ്ടത്. അല്ലാതെയുള്ള നീക്കം സംവരണത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെ അട്ടിമറിക്കുന്നതാണെന്ന് മുസ്ലിം സംഘടനകളുടെ പൊതുനിലപാടാണ്. ഉദ്യോഗതലത്തിൽ മുന്നോക്കക്കാർക്ക് സംവരണം വേണ്ടതില്ലെന്നാണ് മുസ്ലിം സംഘടനകൾ അടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകളുടെ എല്ലാം പൊതുനിലപാട്. ഈ തീരുമാനം ഒരു രാഷ്ട്രീയ പ്രീതമായ തീരുമാനമാണ്. സാമ്പത്തിക സംവരണം എന്ന തത്വത്തോട് മുസ്ലിം ലീഗ് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല. സാമ്പത്തിക പിന്നാക്കാവസ്ഥയ്ക്ക് സാമ്പത്തിക സഹായമാണ് സർക്കാർ നൽകേണ്ടതെന്ന വാദവും ഇവർ ഉയർത്തുന്നു. എന്തൊന്നിനു വേണ്ടിയാണോ നമ്മുടെ രാജ്യം സംവരണം സിദ്ധാന്തം സ്വീകരിച്ചിരിക്കുന്നത് അതിനെ തന്നെ അതിൻ്റെ എല്ലാ താല്പര്യങ്ങളെയും ഹനിക്കുന്നതാണ് പുതിയ സമീപനം. ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണത്തിന് അർഹത. അതിനെ സാമ്പത്തികമായി കൂട്ടിക്കുഴയ്ക്കുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടും ന്യൂനപക്ഷ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നു. അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശ സംരക്ഷണമാണ് സംവരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ. അതിൽ കൈവച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ വരും നാളുകളിൽ യോജിച്ച പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂനപക്ഷ സംഘടനകൾ. മീഡിയ 1 കോഴിക്കോട്.